ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ വണ്ടിയുടെ ഉണ്ടല്ലോ ഈ സെൽഫിൻ്റെ സ്റ്റാർട്ടിങ് പ്രോബ്ലം കാണിക്കുന്നുണ്ടായിരുന്നു. വണ്ടിയിൽ ഇരിക്കുന്ന ബാറ്ററി 2025 ബാറ്ററിയാണ്, പുതിയ ബാറ്ററി, പുത്തൻ ബാറ്ററിയാണ്. പക്ഷേ വരുന്ന സമയത്ത് ബാറ്ററി ചാർജ് ഒക്കെ കുറവായിട്ട് കാണുന്നുണ്ടായിരുന്നു. സ്റ്റാർട്ട് ആവാനായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ കാണിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ബാറ്ററി ഫുൾ ചാർജ് ചെയ്തു. ഫുൾ ചാർജ് ചെയ്ത് കഴിയുമ്പോൾ 13 വോൾട്ട് വന്നിട്ടുണ്ട്. 13.20 റേഞ്ചിൽ വന്നിട്ടുണ്ട്. ശരിക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് 14.5 വോൾട്ട് വരെ കയറാം. 14.5 വോൾട്ട് വരെ കയറണം. അതാണ് ശരിക്കും അതിൻ്റെ ചാർജിങ്ങിൻ്റെ മെത്തേഡ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണുണ്ട്. സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടിയിൽ നിന്ന് എത്ര ചാർജ് കയറുന്നുണ്ടെന്നും കൂടി നമുക്കൊന്ന് അളന്ന് നോക്കണുണ്ട് കേട്ടോ. സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ റേസ് ആക്കാണ്. നിലവിൽ വണ്ടിയിൽ നിന്ന് കയറുന്ന അളവൊക്കെ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കാരണവശോ വല്ല താക്കോലെങ്ങാനും ഓണായി കിടന്ന് ചാർജ് ഇറങ്ങിപ്പോയതോ ഇനി സ്റ്റാർട്ട് ആവാൻ ബുദ്ധിമുട്ട് കാണിച്ചിട്ട് കുറേ നേരം സെൽഫ് അടിച്ച് ബാറ്ററി ചാർജ് ഇറങ്ങിയതോ അങ്ങനെ എന്തെങ്കിലും ആവാനാണ് സാധ്യത. നേരെ മറിച്ച് ഇനി ബാറ്ററിയുടെ എന്തെങ്കിലും പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബാറ്ററി പുതിയ ബാറ്ററി ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ചില ബാറ്ററികളൊക്കെ കംപ്ലയിൻറ്റ് വന്നേക്കാം. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഏകദേശം ഒരാഴ്ച മാക്സിമം 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ബാറ്ററി ഡിസ്ചാർജ് ആവും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി വാറണ്ടിയിലേക്ക് ഒന്ന് കൊടുത്ത്, വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയുള്ള പുതിയ ബാറ്ററിയുള്ള, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി വാറണ്ടിക്ക് ഒന്ന് അയച്ച് അത് മാറ്റിയെടുക്കാനുള്ള സംവിധാനം ചെയ്യട്ടെ. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ട് കാണുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ വിടാത്തതും. വണ്ടിയിൽ നിന്ന് കയറുന്ന ചാർജിൻ്റെ അളവും കറക്റ്റായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ എത്ര കേസാണ് മെയിനായിട്ടുള്ളത്. പിന്നെ കാർബറേറ്റർ അസംബ്ലി മാറ്റുന്ന കേസ് പറഞ്ഞാൽ കാർബറേറ്റർ നമ്മൾ മാറ്റി പുതിയത് വെച്ചിട്ടുണ്ട്, ഓവർഫ്ലോൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ വിളിക്കാം എന്തായാലും. ഓക്കെ.